ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയാലോ? അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പെപ്പർ പൗഡർ ഇട്ടു. ലാസ്റ്റ് കുറച്ച് മീറ്റ് മസാലയും ചേർത്തതിന് ശേഷം നന്നായി വറുത്തെടുക്കുക. അതായത് ഒരു ബ്രൗൺ കളർ ആകുന്ന വറുത്ത പൊടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീഫ് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. കുക്കർ അടച്ചതിന് ശേഷം ഒരു 8 വിസിൽ കൊടുക്കാം. 8 വിസിലിന് ശേഷം ഇങ്ങനെ ബീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ല ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം ഈ ഒരു കളർ ആകുന്നവരെ ഇത് വറുത്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരി മാറ്റുക. അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇടാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നന്നായി വഴറ്റുക. അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. വീണ്ടും വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആയിട്ടുള്ള സവാളയിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫിന്റെ സ്റ്റോക്കാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം സ്വാദിഷ്ടകരമായ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.